പത്തനംതിട്ട കോന്നിയിലെ ക്വാറി അപകടത്തിൽ ക്വാറിയുടെ പ്രവർത്തനം സംബന്ധിച്ച് അന്വേഷിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന് നിർദ്ദേശം നൽകിയെന്ന് ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണ 24-നോട് പറഞ്ഞു. ക്വാറിയുടെ പ്രവർത്തനങ്ങൾ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ അനുമതിയോടെയാണെന്നും കളക്ടർ പറഞ്ഞു. 2026 ഫെബ്രുവരി 7 വരെ ക്വാറിക്ക് പ്രവർത്തനാനുമതിയുണ്ടെന്നും കളക്ടർ 24-നോട് പറഞ്ഞു. 24 ബ്രേക്കിംഗ്. 7/2/2026 വരെ ഉള്ള അനുമതി ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രിലിമിനറി ആയിട്ട് ജിയോളജി തന്നിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. അവിടുന്ന് പൊട്ടിച്ചിരിക്കുന്ന കൃത്യമായിട്ടാണോ, അതുപോലെ ഈ പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റിയിലാണോ, പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്നാണ് പൊട്ടിച്ചിരുന്നുള്ള കാര്യങ്ങളൊന്ന് അന്വേഷിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞിട്ടുണ്ട്. അവരതിന്റെ ഡീറ്റെയിൽ റിപ്പോർട്ട് ഫർദർ തരുന്നതായിരിക്കും. ഇപ്പോൾ ഇന്ന് ബ്ലാസ്റ്റിംഗ് നടന്ന ശേഷമാണ് പൊട്ടിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, ഒരു ശാസ്ത്രീയമായിട്ടാണോ ചെയ്തിരിക്കുന്നത്, ആ കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാൻ തന്നെ തീരുമാനമായിട്ടുണ്ട്. ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷണ റിപ്പോർട്ട് അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ബാക്കി തീരുമാനിക്കുന്നത്. തൽക്കാലം ക്വാറിയുടെ പ്രവർത്തനങ്ങൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓർഡർ ആക്കിയിട്ടുണ്ട്. വി ജയശങ്കർ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് തുടരുന്നുണ്ട്. ജയശങ്കർ, ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ക്വാറിയുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുമുണ്ട്. ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പോഴാണ് അത്തരത്തിൽ വിശദമായ പരിശോധനയിലേക്കൊക്കെ കടക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. ഇതിന്റെ അന്വേഷണം എങ്ങനെയാണ് ഇനി നടക്കാൻ പോകുന്നത്, ജയശങ്കർ? അതായത് റിജിത്ത്, ജില്ലാ കളക്ടർക്ക് കഴിഞ്ഞ ദിവസം തന്നെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഈ ക്വാറിക്ക് പ്രവർത്തനാനുമതി ഉണ്ടായിരുന്നു എന്നാണ് ജില്ലാ കളക്ടർ നിലവിൽ പറയുന്നത്. അതായത് 7/2/2026 വരെ ക്വാറിക്ക് ഇത്തരത്തിൽ പാറ പൊട്ടിക്കാനുള്ള അനുമതി മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൽ നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ചട്ടപരമായാണോ, ചട്ടങ്ങൾ പാലിച്ചാണോ ഇവർ ഈ പാറ പൊട്ടിക്കൽ നടത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിലവിൽ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന് ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഇന്ന് തന്നെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ആരംഭിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഈ അനുമതി നൽകിയ അളവിൽ തന്നെയാണോ പാറ പൊട്ടിച്ചത്, അതോ ഏതെങ്കിലും തരത്തിലുള്ള അപകടകരമായ സ്ഫോടക വസ്തു ഉപയോഗിച്ച് പാറ അമിതമായ അളവിൽ പൊട്ടിച്ചിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാണ് നിലവിൽ ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. നാട്ടുകാരുൾപ്പെടെ കഴിഞ്ഞ ദിവസം ഈ ക്വാറിക്ക് അനുമതിയില്ല, ചട്ടവിരുദ്ധമായാണ് ഈ ക്വാറിയുടെ പ്രവർത്തനം ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഈ ക്വാറിക്ക് പാറ പൊട്ടിക്കാനുള്ള പ്രവർത്തനാനുമതി ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ വരുന്നത്. നാട്ടുകാരുൾപ്പെടെ ഈ ക്വാറിയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ പഞ്ചായത്തിലും ഒപ്പം ഹൈക്കോടതിയിലും ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള പരാതികൾ നൽകിയിരുന്നു. ഈ ക്വാറിയുടെ പ്രവർത്തനം ഈ പ്രദേശത്തെ ആവാസ വ്യവസ്ഥയെ ഉൾപ്പെടെ ബാധിക്കുന്നു, തങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ, സ്വസ്ഥ ജീവിതത്തെ, സുരക്ഷിത ജീവിതത്തെ ഒക്കെ ബാധിക്കുന്ന തരത്തിൽ കാണിച്ചുകൊണ്ട് കോടതിയിൽ ഉൾപ്പെടെ സമീപിച്ചിരുന്നു. എന്തായാലും പ്രാഥമികമായി ഈ ക്വാറിക്ക് പ്രവർത്തനാനുമതിയുണ്ട്. 2026 വരെ പാറ പൊട്ടിക്കുന്ന അനുമതിയുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്തോ അധികമായ പാറകൾ പൊട്ടിച്ചുകൊണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തി മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ജില്ലാ കളക്ടർക്ക് അന്തിമ റിപ്പോർട്ട് നൽകും. എന്തായാലും പ്രാഥമിക റിപ്പോർട്ടിൽ ഈ പാറ പൊട്ടിക്കുന്നതുമായി ചട്ടവിരുദ്ധമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിലൊരു വിശദമായ അന്വേഷണം നടത്തിയതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ കളക്ടറുടെ മാധ്യമങ്ങൾക്ക് പ്രതികരണം നൽകുന്ന ഘട്ടത്തിൽ വലിയ തോതിൽ പാറക്കെട്ടുകൾ താഴേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒരുപക്ഷെ അമിതമായ ഇത്തരത്തിൽ സ്ഫോടക വസ്തു ഉപയോഗിച്ച് പാറ പൊട്ടിച്ചതാകാം ഇത്തരം അപകടങ്ങൾക്ക് കാരണമെന്ന സംശയമുണ്ട്. എന്തായാലും വിശദമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതിനുശേഷമായിരിക്കും ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുക. നിലവിൽ എന്തായാലും ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ക്വാറിയുടെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കഴിഞ്ഞ ദിവസം തന്നെ പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണ IAS നിർദ്ദേശം നൽകിയിരുന്നു. വിവരങ്ങൾ നൽകിയത് വി ജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്ന്.